അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഖുർആനിലൊരു ആയത്തുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്നുള്ള ആയത്ത്. ഈ ആയത്തിൽ വ്യക്തമായി അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു ഖൗമിനെയും ഒരു ആളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയല്ലാതെ അവൻ സ്വന്തം മാറിയാലല്ലാതെ. അവൻക്ക് നന്നാവണം എന്ന് അവൻക്ക് പൂതിയുണ്ട്. എന്നാൽ അവൻ തന്നെ വിചാരിക്കണം, എനിക്ക് നന്നാവണം എന്നുള്ളത്. ആ നന്നാവണം എന്നുള്ളത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവന്റെ മാറ്റത്തിന് തുടക്കമായി എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം അവനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. കാരണം അവന്റെ പിറകിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. കാരണം അവനക്ക് മാറണം എന്നുള്ള ഉദ്ദേശം. ഒരുപാട് തിന്മ ചെയ്ത ആളുകൾ, 100 ആളുകളെ കൊന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അയാൾക്ക് ഒരു മാനസാന്തരം വന്നപ്പോൾ അള്ളാഹുവിനോട് അത് മാറണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ തൗബ ചെയ്ത് മടങ്ങി എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിലേക്ക് നമ്മൾ എന്താവണം? നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തതാണ്. ആ തെറ്റിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ ഇനി ശരിയെന്ന് തോന്നുന്ന ആ നല്ല നിലയിൽ ജീവിക്കാൻ നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതം എന്ന് അള്ളാഹുവിനേക്ക് വേണ്ടി സമർപ്പിക്കണം. തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടൊന്നും നമുക്ക് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മാറണം എന്ന് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മാറുക. നമ്മളെ നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയുകയില്ല. മറ്റൊരാൾക്ക് വർത്തമാനം കൊണ്ട് അവർക്ക് നമ്മൾ പറയുള്ളൂ. പക്ഷേ നമ്മൾക്ക് മാറണമെങ്കിൽ നമ്മൾ തന്നെ അതിന് ചിന്തിക്കണം, നമ്മൾ തന്നെ അതിന് ഡിസിഷൻ എടുക്കണം. അതല്ലാതെ മറ്റൊരാള് നമ്മുടെ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനോ ഒന്നും കഴിയില്ല. നമുക്ക് മാറണമെങ്കിൽ നമ്മൾ തന്നെ അതിന് മാറ്റം കൊണ്ടുവരണം. അല്ലാതെ മറ്റൊരാൾക്കും ഈ മാറ്റം കൊണ്ടുവരാൻ കഴിയുകയില്ല. അതാണ് ഈ ആയത്തിൽ വ്യക്തമാക്കുന്നത്. നല്ലൊരു ദിനം പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.